പടയൊരുങ്ങി കേരളം. പോരാട്ടച്ചൂടിൽ രാഷ്ട്രീയ മണ്ഡലങ്ങൾ. കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതും അധികാരം തിരിച്ചുപിടിക്കാനൊരുങ്ങുന്ന വലതും കരുത്തുറ്റ സാന്നിധ്യമാകാൻ ശ്രമിക്കുന്ന NDAയും നേർക്കുനേരെത്തുന്നതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടം മുറുകുകയാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് പ്രവചനാതീതമായ രാഷ്ട്രീയ ചടുലതകളാണ്. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഇടത് ക്യാമ്പ് ശക്തമാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും വിലക്കയറ്റവും പ്രധാന ആയുധമാക്കിയാണ് UDF പടയൊരുക്കം. ദേശീയ രാഷ്ട്രീയത്തിലെ സ്വാധീനവും കേന്ദ്ര പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന NDA കളം നിറയുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിലുപരി നിർണായക സീറ്റുകളിൽ വിജയമുറപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ പല VIP മണ്ഡലങ്ങളിലും പോരാട്ടം ത്രികോണ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ മനംമാറ്റം രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. കൂടാതെ യുവ സ്ഥാനാർത്ഥികൾക്ക് എല്ലാ മുന്നണികളും ഇത്തവണ മുൻഗണന നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തളർച്ച എന്നിവയാണ് ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വരും ആഴ്ചകളിൽ ദേശീയ നേതാക്കൾ കൂടി പ്രചാരണത്തിനെത്തുന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറും. സമൂഹ മാധ്യമങ്ങളിലെ വാക്പോരുകളും വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചാരണവും ഒരുപോലെ സജീവമാണ്. ആര് കേരളത്തിന്റെ അമരത്തെത്തും എന്ന ചോദ്യത്തിന് വോട്ടർമാർ നൽകുന്ന മറുപടിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.